ക്രിസ്തലോ ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ പ്രിയ മക്കളെ, ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യം. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. നോക്കൂ പ്രിയ മക്കളെ, നാം സ്നേഹിക്കുന്ന നല്ലൊരു പിതാവ്, യേശുവിനെ ജീവിതത്തിൽ അറിഞ്ഞവരുടെ വിശ്വാസം പറഞ്ഞു തീരുവാൻ കഴിയാത്ത വിധമാണ്. യേശു ജീവിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ഇനിയും വീണ്ടും വരും. ആ പ്രത്യാശയോടെയാണ് നാം ഓരോരുത്തരും കാത്തിരിക്കുന്നത്. നോക്കൂ, കണ്ടിട്ടില്ലെങ്കിലും നമ്മളെ സ്നേഹിക്കുന്ന, നാം സ്നേഹിക്കുന്ന നല്ലൊരു പിതാവ് നമ്മോട് കൂടെ എപ്പോഴുമുണ്ട്. ആരംഭത്തിൽ യേശുവിനെ അറിഞ്ഞവരുടെ വിശ്വാസത്തെക്കാൾ ഇന്നുള്ള വിശ്വാസികളുടെ വിശ്വാസം മഹത്തരമാണെന്ന് ദൈവം കണക്കാക്കുന്നുണ്ട്. നോക്കൂ, ആദിമകാലത്തിൽ അവർ വ്യക്തിപരമായി യേശുവിനെ കാണുകയും കേൾക്കുകയും ചെയ്തു. തൻ്റെ പുനരുത്ഥാന ശേഷം പോലും അവർ യേശുവിനെ കണ്ടു. ഇന്ന് നാം നോക്കൂ, ഓരോരുത്തരും യേശുവിനെ കണ്ടിട്ടില്ലെങ്കിലും യേശുവിനെ സ്നേഹിക്കുകയും യേശുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 29-ാം വാക്യത്തിൽ പറയുന്നുട്ടെ, യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. നോക്കൂ, കാണാതെ വിശ്വസിക്കുന്നവർക്കും ദൈവം അനുഗ്രഹം പകർന്നു നൽകുന്നുണ്ട്. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലൻ തന്നെ 1-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. നോക്കൂ, പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷകരമായ ജീവിതം ഏതൊരു വിശ്വാസിക്കും നയിക്കുവാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് അത് സാധിക്കുന്നതെന്ന് നോക്കാം. ഒന്നാമതായിട്ട്, സ്നേഹിക്കുവാൻ ജീവിതത്തിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സന്തോഷകരമായ ജീവിതം നയിക്കാൻ ആശ്രയിക്കാൻ എന്തെങ്കിലും വേണം. ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ സന്തോഷകരമായ ജീവിതം നയിക്കാൻ പറ്റും. ഇവയിൽ 3 പ്രിയ മക്കളെ, യേശുവിന് വേണം നാം സ്ഥാനം മുന്നമേ കൊടുക്കുവാൻ. ഹല്ലേലൂയ. നോക്കൂ, നമുക്ക് ആശ്രയിക്കാൻ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നും പറഞ്ഞിരുന്നാൽ യേശുവിനെ വിട്ടായാൽ, ഹല്ലേലൂയ, അതിൽ നമുക്ക് ആശ്രയം വെച്ച് തന്നെ ഇരിപ്പാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. അതിന് പിന്നീട് വരുന്ന ഭവിഷ്യത്തുകൾ വേറെയാ. നാം തെരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ വിശുദ്ധ ജനമാ നമ്മൾ ഓരോരുത്തരും. യേശുവിനാൽ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടതാ. നമ്മൾ കർത്താവിലെ ആശ്രയം വെച്ചിരിക്കുന്നത്. അതിനാൽ തെരഞ്ഞെടുക്കുന്നവരെ യോഗ്യതയുള്ളവരാക്കി തീർക്കുവാൻ കർത്താപ്പച്ചന് കഴിയും. ഹല്ലേലൂയ. അപ്പച്ചൻ നമ്മെ അതുകൊണ്ടാ യോഗ്യതയുള്ളവരായി അപ്പന്റെ മക്കളാക്കി, ഹല്ലേലൂയ, ഏത് വിധേനയും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയെടുക്കുന്നത്. നാം ഒരു ജോലി നോക്കുകയാണെങ്കിൽ നോക്കൂ, അതിനെ യോഗ്യതയുള്ളവരാണോ എന്ന് നോക്കിയ ആ സ്ഥാപനത്തിൽ ജോലി നൽകി തരുന്നത്. യോഗ്യതയുള്ളവരെ അവർ തെരഞ്ഞെടുക്കുന്നത്. പക്ഷേ ദൈവം നേരെ തിരിച്ച മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. 3-ാം മണി നേരത്തും 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും ജോലിക്ക് കടന്നു വന്നവരെ കാണാൻ. നോക്കൂ, നമ്മെ ഏൽപ്പിച്ചത് വിശ്വസ്തയോട് ചെയ്യുകയാണെങ്കിൽ പ്രിയ മക്കളെ, വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. യേശു അപ്പച്ചൻ അതാ ആഗ്രഹിക്കുന്നത്. വിശ്വസിക്കുക, വിശ്വസ്തതയുള്ളവരായിരിക്കുക, കർത്താവിൽ ആശ്രയം വെച്ചിരിക്കുക. ഹല്ലേലൂയ. അയോഗ്യരായവരെ ദൈവം തെരഞ്ഞെടുക്കുക, അവരെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു യോഗ്യതയും ഇല്ല എന്ന് പറഞ്ഞ് നാം ഇരിക്കുമ്പോൾ നമ്മെ തെരഞ്ഞെടുത്തത് എൻ്റെ ദൈവമാണെന്ന് വിശ്വസിച്ചുറക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ പോലെയല്ല, നമ്മെ സകലത്തിലും അനുഗ്രഹിക്കുകയും ആനന്ദവും സന്തോഷവും ജീവിതത്തിൽ അനുഭവിപ്പാനും കഴിയും. ഹല്ലേലൂയ. നമ്മുടെ കർത്താപ്പച്ചൻ അതുപോലെയാ നമ്മെ തെരഞ്ഞെടുത്തതാ. ഹല്ലേലൂയ. നമ്മെ തള്ളിക്കളയുന്ന കർത്താപ്പച്ചനല്ല. നമ്മൾക്ക് ആരോഗ്യം തന്ന്, ബലം തന്ന്, നമ്മെ അതായത് യോഗ്യത ഉള്ളവരാക്കിയ നമ്മുടെ അപ്പച്ചനാക്കി തീർക്കുന്നത്. നാം യേശുവിനെ ആത്മീകമായി, അതായത് ഹല്ലേലൂയ, അക്ഷരികമായിട്ട് കണ്ടിട്ടില്ലെങ്കിലും ആത്മീകമായിട്ട് അറിഞ്ഞ് നമ്മൾ വിശ്വസിച്ചുറച്ചിരിക്കുക.
ഹല്ലേലൂയ. അതിനാൽ നമുക്ക് എന്താ ലഭിച്ച? ഹല്ലേലൂയ, നാം ലോകത്തിലുള്ളവരെങ്കിലും ലോകക്കാരല്ല. ഹല്ലേലൂയ. ലോകത്തിലുള്ളവരാ ലോകത്തിലുള്ളതിനെയൊക്കെ സ്നേഹിച്ച് നടക്കുന്നത്. പക്ഷേ നമ്മൾ നമ്മുടെ കർത്താവിനെയാ, നാം സ്വർഗത്തിൽ നമ്മെ സൂക്ഷിച്ചിരിക്കുക. നമ്മുടെ അപ്പച്ചന്റെ മക്കളാ നമ്മൾ. 4-ാം വാക്യത്തിലുണ്ടല്ലോ, അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നാം ദൈവ വിഷയമായിട്ട് സമ്പന്നരാകണം പ്രിയ മക്കളെ. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം 16 മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, ഹല്ലേലൂയ, മൂടാ, ഈ രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കുക. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മളെ ദൈവ വിഷയത്തിൽ വേണം സമ്പന്നരായിട്ട് ജീവിക്കേണ്ട. ഹല്ലേലൂയ. നാം നമ്മെ തന്നെ ഹല്ലേലൂയ ദൈവസന്നിധി സമർപ്പിക്കണം. നമ്മെ മറന്ന്, കർത്താപ്പച്ചനെ മറന്ന് നമ്മൾ ഒന്നും ചെയ്യരുത്. അപ്പൻ നമ്മളോട് ചോദിക്കുന്ന ദിനങ്ങള്, സമയങ്ങള് ഏറ്റവും അടുത്തിരിക്കുക. ഹല്ലേലൂയ. നോക്കൂ, അടുത്ത് നോക്കൂ, നാനാ പരീക്ഷകളാ ദുഃഖിക്കുന്നവരെങ്കിലും നമ്മളെ ആനന്ദിക്കുന്നവരാ. നമ്മൾ ഈ ലോകത്തിലുള്ളവരെങ്കിലും ലോകക്കാരല്ല. അടുത്തതായിട്ട്, നാനാ പരീക്ഷകളാൽ ദുഃഖിക്കുന്നവരെങ്കിലും ആനന്ദിക്കുന്നവരാ. ഒരു ദൈവ പൈതലിന് മാത്രമേ ദുഃഖത്തിലും സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പച്ചന്റെ വചനം അപ്രകാരമാണ് നമ്മെ ഹല്ലേലൂയ നിയന്ത്രിച്ച് നമ്മളെ നയിക്കുന്നത്. ആ ആത്മീയ വിഷയത്തിൽ നമ്മളെ സമ്പന്നരാക്കുക, സന്തോഷം ഉടുപ്പിക്കുക നമ്മളെ ചെയ്യുന്നത്. ക്രിസ്ത്യാനിയായിട്ട് നാം കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഹല്ലേലൂയ. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. പ്രിയ മക്കളെ, കഷ്ടതയും പ്രയാസങ്ങളും ജീവിതത്തിൽ ഒരു ദൈവ പൈതലിനെ നേരിടേണ്ടി വരും. അവിടെയും ഹല്ലേലൂയ ലജ്ജിക്കാതെ നിൽക്കുവാൻ ദൈവം നമുക്ക് കൃപ തരും. ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ പലവിധമായ സംഭവങ്ങൾ പലയിടത്തും നടക്കുമ്പോൾ ഒരു ദൈവ പൈതലിന്റെ കൂടെ കർത്താവുണ്ട്. നമ്മെ ലജ്ജിപ്പിക്കുവാൻ നമ്മെ ദൈവം അനുവദിക്കില്ല. നമ്മെ കരം പിടിച്ച് നടത്തുന്ന അപ്പൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. പിറുപിറുപ്പ് കൂടാതെ എന്ത് കഷ്ടം വന്നാലും അത് സഹിച്ചു നിൽക്കുകയാണോ, വിശ്വസ്തയോടെ നിൽക്കുകയാണോ, ദൈവം നമുക്ക് ഹല്ലേലൂയ അത്ഭുത വഴികൾ തുറന്നു തരും. ഹല്ലേലൂയ. നിത്യതയ്ക്ക് വേണ്ടി പ്രിയ മക്കളെ നമ്മൾ നോക്കി കാത്തിരിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. നമ്മെ തെരഞ്ഞെടുത്തുവെങ്കിൽ നാം സന്തോഷമുള്ളവരായി തീരണം. ഹല്ലേലൂയ. നമുക്കൊരു അവകാശമുണ്ട് പ്രിയ മക്കളെ. നമ്മുടെ അവകാശം പിടിച്ചു പറിക്കുവാൻ ആർക്കും സാധിക്കില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലന്റെ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവഹിതമില്ലാത്ത യാതൊന്നിലും നമ്മളെ കേൾപ്പിച്ചു കൊടുക്കാതെ അപ്പന്റെ വരവിന് നോക്കി പാർക്കുന്നവരായി അപ്പന്റെ ഹിതത്തിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഹല്ലേലൂയ. പല ഹല്ലേലൂയ ലോക ഇച്ഛകളിൽ ഹല്ലേലൂയ പല ഇമ്പം വരുത്തുന്ന കാരണങ്ങൾ നമ്മുടെ മധ്യത്തിൽ വരുമ്പോൾ നമ്മൾ അതിന് ഇടപെട്ട് കൊടുക്കരുത്, നമ്മൾ ഇടം കൊടുക്കരുത്. നമ്മൾ മാറി നിൽക്കേണ്ടെന്നർത്ഥം മാറി നിൽക്കുന്നവരായിരിക്കണം. യേശുവിന്റെ സാക്ഷികളായി തീരണം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ സ്നേഹിക്കുന്നു. നല്ലൊരു പിതാവ് സ്നേഹം തന്ന് നമ്മെ നയിക്കുന്ന നല്ലൊരു പിതാവിന്റെ ആ സ്നേഹമാണ് നമ്മളിൽ ഓരോരുത്തരുമായിരിക്കുന്നത്. ദൈവ സ്നേഹത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി കർത്താവിന്റെ ആ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നമ്മയും അപ്പന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ഏതെങ്കിലും ജീവിതം ഹല്ലേലൂയ ഒരിറ്റു സ്നേഹത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, സ്വസ്ഥതയ്ക്ക് വേണ്ടി ഹല്ലേലൂയ കാംക്ഷിച്ചായിരിക്കുന്നുവെങ്കിൽ അപ്പ അങ്ങയുടെ സ്നേഹം അവർക്ക് പകർന്നു കൊടുക്കണമേ. അങ്ങ് ഹല്ലേലൂയ അവരെ ഹല്ലേലൂയ നേടിയെടുക്കണം. അപ്പന്റെ ആ സ്നേഹത്തിലേക്ക് അവർ കടന്നു വരുവാൻ ഇടയായിത്തീരണം. വചനത്തിലേക്ക് അവർ കടന്നു വരുവാൻ ഇടയായിത്തീരണമേ. കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന അപ്പ യേശു അപ്പച്ചന്റെ സ്നേഹം മതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ദിവനങ്ങളിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ, അപ്പന്റെ സ്നേഹത്തിൽ പങ്കാളികളായി തീരുവാൻ എല്ലാവരെയും ഇടയാക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ മക്കളെ, ദൈവ സ്നേഹത്തിൽ നമുക്ക് മുന്നേറാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.